കല്യാണം പ്രിയയുടെ രാജീവിന്റെ ആണെങ്കിലും പിന്നില്ല വടംവലിയുടെ രണ്ടറ്റത്ത് DKയും അവിനാശും ആണല്ലോ. നാളെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ വിവാഹം മുടങ്ങിയ അതിലിപ്പോ ഒരു നാണക്കേട് DKക്കിന് ഉണ്ടാവാനില്ല. ഇത് മുടങ്ങി പോവാ മായച്ചി. നാളെ കല്യാണം മുടങ്ങുന്നത് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്. പിന്നെ പ്രതീക്ഷിക്കാത്ത പലതും നാളെ സംഭവിക്കും. ചിലപ്പോ ഒരു മരണം പോലും സംഭവിക്കും. അയ്യോ, അതെ, ഇത് വെറുമൊരു മാച്ചിന്റെ ഫൈനൽ അല്ല, ഒരു യുദ്ധത്തിന്റെ അവസാന ദിവസമാ. ഇതുവരെ അവിനാശ് ചെയ്തതെല്ലാം നാളത്തെ ഒരു ദിവസം അവന്റേതാക്കാനാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും കളി കാര്യമായി. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പോലെ ആയി അല്ലേ? അല്ല, നാളെ ആരുടെ ചോര വീഴും എന്നതാണ് ചോദ്യം. പ്രിയയുടെ കല്യാണം നടത്തുക എന്നുള്ളത് DK കൊടുത്ത വാക്ക. അനിയത്തിയുടെ കല്യാണം ജ്യോതിയുടെ ജീവിതാഭിലാഷം. എന്തായാലും അവിനാശ് പ്രിയെ കെട്ടാൻ ക്ഷേത്രത്തിലെത്തുമെന്ന് ഉറപ്പാ. അതേസമയം DK കൊണ്ടുവന്ന ചെക്കനും മണ്ഡപത്തിലെത്തും. രണ്ടിലാരവളെ കല്യാണം കഴിക്കും? ഈ കല്യാണം നടത്തിക്കിട്ടാൻ DKയും ജ്യോതിയും ഇമ്മണി വിയർക്കും. ഞാൻ ഇറങ്ങട്ടെ. എല്ലാം പറഞ്ഞ പോലെ നാളെ മണ്ഡപത്തിൽ കാണാം. DK, നമ്മൾ തമ്മിലുള്ള എല്ലാ ശത്രുതയും ഇതോടെ തീരാ. നാളെ മുതല് ഞാൻ നിങ്ങളുടെ അനിയനാൻ പോവാ. ചിത്രയുടെ വഴി നോക്കിയ അമ്മാവൻ, പ്രിയ വഴി ചേട്ടൻ. എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ ഇഷ്ടം. എനിക്ക് DKയുടെ അനിയനായ മതി. നിന്റെ ഈ തോന്നിയാസത്തിനുള്ള മറുപടി എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് കല്യാണ വീടായി പോയി. ഇതെന്താ DK ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, എനിക്ക് പോരായിരിക്കാൻ പറ്റുമോ? എടതി, മുഹൂർത്തത്തിന് മുമ്പ് അനിയത്തെ അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടത് ഒരു ഏട്ടത്തിന്റെ കടമയാ, അറിയാലോ. അയ്യോ, ഏട്ടന്റെ മുഖത്തുനിന്ന് ഒരു വിഷമം. ഞാൻ നാളെ മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന് പേടിയുണ്ട് ഏട്ടന്. ശേ, പേടിക്കണ്ട, ഞാൻ കൃത്യസമയത്ത് എത്തും. പോരെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് രാവിലെ കാണാം. മോളെ, നമുക്ക് നാളെ അവിടെ കാണാം. അമ്മേ, പോട്ടെ. ഏട്ടാ, ഈ അനിയൻ പോട്ടെ. ഏട്ടൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഭഗവാനെ, ആഹാ, ഉറങ്ങാൻ കിടന്നാളെ എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കണോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നാളെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടുന്നവരെ ഒരു സമാധാനമില്ല.
എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്നവരെ ബന്ധുക്കളും ചുറ്റിലുള്ളവരും എല്ലാം. നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം അങ്ങനെ നടക്കാതിരുന്ന പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനാവൻ. അത് മറയ്ക്കാൻ കഴിയുന്ന കാക്കിയും അവന്റെ കയ്യിലുണ്ട്. നമ്മളെപ്പോലുള്ള ദുർബലരെ ഉപദ്രവിച്ചില്ലാതാക്കാൻ അവനത് ധാരാളമാ. അതെ, രാജീവന്റെ അമ്മ വിളിച്ചിരുന്നു. അവരും ഇതേ പേടിയില്ല. നാളെ മണ്ഡപത്തിൽ വന്ന് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്ത് ചെയ്യുമെന്ന് അവര് ചോദിക്കുന്നത്. അവർക്കും ടെൻഷൻ ഉണ്ടാവില്ലേ? ഒരേ ഒരു മകനല്ലേ? എല്ലാം മംഗളമായി നടക്കണമെന്ന് അവരും ആഗ്രഹിക്കില്ലേ? അവൻ കൊണ്ടുവന്ന സാരി എവിടെ വെച്ചു? അത് ഞാൻ പ്രിയയുടെ മുറിയിൽ കട്ടിലിന്റെ ഇടയിൽ വെച്ചിരിക്കുക. അവന് ശരിക്കും ഭ്രാന്താ സുധേട്ടാ. അല്ലെങ്കിൽ പിന്നെ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് കല്യാണ സാരിയായിട്ട് വരുവോ? നാളെ ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, കൊണ്ടു ചെന്ന് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും ഞാൻ അവന്റെ ഒരു സാരി. അവൻ അതും കൊണ്ട് വെറുതെ വന്നതല്ല. എന്തോ ഉറച്ച തീരുമാനം അവൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് അവൻ അതും കൊണ്ട് ഇവിടെ വരില്ല. സുധേട്ടാ, നമ്മൾ എന്ത് ചെയ്യും? ഒരച്ഛന്റെ ജീവിതത്തിൽ ഇതൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ്. പക്ഷേ ഇത് മറികടന്നേ പറ്റൂ. എല്ലാത്തിലും വലുത് എനിക്ക് എൻ്റെ മകളുടെ ജീവിതമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും അത് ഞാൻ വെട്ടി മാറ്റിയിരിക്കും. സുധേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ഒരച്ഛന്റെ കടമ ഞാൻ നിറവേറ്റുവെന്ന്. അവൻ നാളെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാല് കുത്തിയ തീർക്കും ഞാൻ അവനെ. കല്യാണച്ചേക്കൻ രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞോ? റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അവിനാഷ് വിചാരിക്കും പോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അതൊരു കല്യാണ സ്ഥലമാണ്. വരനും വധുവും അവരുടെ എല്ലാ ബന്ധുക്കളും ഉണ്ടാവും. അതിനിടയിൽ നിന്ന് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കല്യാണം നടത്താൻ റിസ്ക് കൂടുതലാ. അതും ഇപ്പൊ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്ത നിലയിൽ. അതെ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന ശീലം എനിക്കില്ല. ഇത്രയും നാൾ ഞാൻ അവളെ സ്നേഹിച്ചത് ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിക്കൊണ്ടുപോകാനല്ല. എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം എന്ത് ചെയ്യണമെന്ന്. അവിനാഷ് ഉദ്ദേശിക്കുന്ന പോലെ ഈ കല്യാണം നടന്നാൽ DKക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത്. എന്നെ ചതിച്ചിട്ട് ഞാൻ അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല മാഡം. എനിക്കവളെ വേണം. അവക്ക് വേണ്ടിയാ ഞാൻ എന്റെ ഭാര്യയെ പോലും ഉപേക്ഷിച്ചത്. എന്നെ വിവാഹം കഴിക്കാമെന്ന് അവളെനിക്ക് വാക്ക് തന്നതാ. എന്നിട്ടിപ്പ കാലുമാറാൻ ഞാൻ സമ്മതിക്കുവോ? അവർ നിശ്ചയിച്ച മുഹൂർത്തത്തില് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. എല്ലാം ഭംഗിയായി നടക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. നമുക്കിനി കല്യാണം കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ ഒന്നിച്ചു വരാം. ഓക്കെ ഓക്കെ, ബൈ. ഓ ബൈ. അത് നോക്കി നിൽക്കുകയാണോ? ഇനി നിന്നാ ലേറ്റ് ആവും. എടാ ശിവ, സാധാരണ കല്യാണം കഴിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നാണ് പ്രമാണം. ഇവിടിപ്പോ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ ആരാ ഉള്ളത്? അല്ല,
നിനക്ക് തന്നെ തന്നാലോ? അല്ല, എന്താ ഇപ്പൊ നിനക്ക് ദക്ഷിണ തരുന്നത്? തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെട്. ബാക്കി ഞാൻ കല്യാണം കഴിഞ്ഞ് തരാം. പോവാ, സമയം കളയണ്ട, പോവാ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. ഇതാണ് അവക്കുള്ള താലിമാല. എങ്ങനുണ്ട്? നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. ഇത് നിന്റെ കൈ വെച്ചോ. കെട്ടുന്ന സമയത്ത് നീ തന്നെ ഇങ്ങ് തന്നാ മതി. നീ അല്ലാതെ ഈ മണ്ണിൽ എനിക്കൊരു ബന്ധവുമില്ല. നീ താലിയെടുത്ത് തരില്ലടാ ശിവ. തരാം. വാ, നമുക്ക് അടുത്ത് പോ. വാടാ. എന്താ? എന്റെ സുധാകരൻ നായരെ ഇതുവരെ ചെക്കൻ എത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സ്വീകരിക്കാനുള്ള സമയമായി. ഇനി താമസിച്ചാ മുഹൂർത്തം തെറ്റും. എന്താ പ്രശ്നം? മോനെ, രാജീവ് ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. പയ്യനെ സ്വീകരിക്കാനുള്ള സമയമായി. ആ മേനനും ആകെ ടെൻഷനില്ല. നിങ്ങളൊന്ന് വന്നേ. വാ മോനെ. നീ ഒറ്റ ഒരുത്തി അവന് വളം വെച്ചു കൊടുക്കുന്നത്. എന്താ പറ്റിയത് മേനനെ? രാജീവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ചിലപ്പോ പാർലറിൽ നിന്ന് ഇറങ്ങി കാണില്ല. അവന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചു നോക്ക്. അവരുടെ ആരുടെയും നമ്പരൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കുറച്ചു മുമ്പ് ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞ് വിളിച്ചതാ. DK, എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. അവിനാശ് ഒരു കുഴപ്പമുണ്ടാക്കാതെ ശിവ നോക്കിക്കോളും. ശിവയോ? അതെങ്ങനെ? ശിവ അവിനാശിന്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ പോയി സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. രാജീവ് ഉടനെ എത്തും. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എന്റെ ശിവ, ആ ചെക്കന്റെ കഥ കഴിഞ്ഞെന്ന്. അയ്യോ, നമ്മുടെ കല്യാണ ചെറുക്കല്ലേ രാജീവ്, അവൻ ചത്തന്ന്. ഓ, ഒരു പാണ്ടി ലോറി അവന്റെ കാറിന്റെ നെഞ്ചത്തൊട്ടിടിച്ച് കയറിയെന്ന്. ദൈവമേ, ഓ പാവം, അപ്പൊ തന്നെ ചത്തുന്ന്. ശിവ, പ്രിയ എൻ്റെ കൂടെ ജീവിക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലടാ. അതിനാരെ വേണമെങ്കിലും ഞാൻ കൊല്ലൂ. അതെ, ഇനി അവനില്ല, അവൻ വരില്ല. പ്രിയക്ക് ഞാനേ ഉള്ളൂ. അവളുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, അറിഞ്ഞ കാര്യം ശരിയാ. ആ പയ്യൻ സ്പോട്ടിൽ തന്നെ തീർന്നു. കൂടെയുള്ള രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കും സീരിയസ് ആണെന്നാ കേട്ടത്. എന്തായാലും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഓക്കെ?
മോളെ മോളെ സത്യത്തിൽ നിന്റെ ആങ്ങളയ്ക്ക് ഭ്രാന്താണോടി? അവിനാശിന് പ്രേമം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായതാണെന്ന് പറയാം. പക്ഷേ ജ്യോതിക്കോ? അവളെന്തിനാ അവിനാശിനെ പോയി വെല്ലുവിളിച്ചത്? അവിനാശ് മാത്രല്ലല്ലോ, DK ഒപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇത് ജ്യോതിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാ. കല്യാണത്തിന്റെ അന്ന് ചെറുക്കൻ ആക്സിഡന്റ് ആയിട്ട് മരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ചെറുക്കൻ ഈ അടുത്ത കാലത്ത് അവളുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വരുമോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ കുട്ടിയുടെ ജാതകദോഷം കൊണ്ടാണെന്ന് നാട്ടുകാരെ മുഴുവൻ പറയില്ലേ? മായേച്ചി, ജ്യോതിയോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്. പക്ഷെ ഇത് തീർക്കേണ്ടതും കുറ്റം പറയേണ്ടതും ഇങ്ങനെ ഒരു സന്ദർഭത്തിലല്ല. അത് ഓർമ്മ വേണം. ഈ കല്യാണം മുടങ്ങിയതിലും ആ ചെക്കൻ മരിച്ചു പോയതിലും ഞങ്ങൾക്കും വിഷമമുണ്ട്. എന്ന് കരുതി ജ്യോതി ഞങ്ങളുടെ ശത്രു തന്നെയാ. ഈ അമരാവതിയിൽ നിന്ന് അവള് തിരിച്ചു പോകുന്ന നാളുവരെ ആ ശത്രുത അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രിയയ്ക്ക് നാളെ ഒരു ജീവിതം ഉണ്ടായേക്കാം. പക്ഷെ ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനോടും അമ്മയോടും ഞാൻ എന്തു പറയും? ഇതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട പിന്നെ ഇവിടെ പോലീസും കോടതി ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട് DK. എന്നെപ്പോലൊരു ഓഫീസർ ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാ. പോലീസുകാർ കഷ്ടപ്പെട്ട് പ്രതികളെ കോടതിയിലെത്തിക്കും, തലനാരിഴ കീറി തെളിവുകൾ ഉണ്ടാക്കും, കുറ്റപത്രം സമർപ്പിക്കും. പക്ഷെ കോടതിയിലെത്തുമ്പോ ദൃക്സാക്ഷികൾ പോലും കൂറുമാറും. കറുത്ത കോട്ടിട്ട വക്കീലന്മാർ എല്ലാ തെളിവുകളും കീഴ്മേൽ മറിക്കും. ഏത് അപരാധിയെയും നിരപരാധിയാക്കും. കൂട്ടിൽ കയറ്റി നിർത്തി വെഞ്ചരിച്ച് പുണ്യാളന്മാരുമാക്കും. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തടോ. അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ഞാൻ തനിക്കൊരു വാക്ക് തരും. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. നമ്മുടെ നിയമത്തിന് അവനെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് വേണ്ടിയുള്ള നിയമം ഞാൻ എഴുതും. അവന്റെ വിധി ഞാൻ നടപ്പാക്കും. എടോ, താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. മുറിവേറ്റത് എന്റെ മനസ്സാ. തെറ്റിപ്പോയത് എന്റെ വാക്കാ. നഷ്ടപ്പെട്ടതൊരു ജീവനും. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു അച്ഛനും അമ്മയും. അവരുടെ തോരാത്ത കണ്ണീരും എന്റെ മനസ്സ് പൊള്ളിക്കുന്നുണ്ട്. തന്റെ നിയമത്തിന്റെ വഴി താൻ നോക്കിക്കോ. തന്റെ നിയമം തോറ്റുപോയാൽ പിന്നെ എന്റെ നീതിയാ. അതവന്റെ സർവനാശമായിരിക്കും. ഏട്ടൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ ചേച്ചി? ഏട്ടൻ ഇപ്പൊ എത്തും മോളെ. രാജീവിന്റെ വീട്ടിൽ പോയിട്ടേ വരൂന്ന് പറഞ്ഞ്. പാവൻ രാജീവേട്ടൻ. DKക്ക് നല്ല സങ്കടമുണ്ട് മോളെ. ഇങ്ങനൊരു ചതി അവൻ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. അവനുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തോളും. മോളെ, എന്തേ അവരെ കണ്ടോ? കണ്ടു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു.
അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഉത്തരവില്ലാതെ നിൽക്കേണ്ടി വന്നു. അവരുടെ മകനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്ത, പക്ഷെ അത് പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. വാക്കുകൊടുത്തത് ഞാനല്ലേ. എന്നെ വിശ്വസിച്ച ഒരാളോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ പരാജയം തന്നെയാ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളോടുള്ള ദേഷ്യത്തിന് അവിനാശ് രാജീവിനെ ഇല്ലാതാക്കുന്ന നമ്മൾ ആരെങ്കിലും കരുതിയോ? നിന്നോട് വിഷമിക്കരുതെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എന്നാലും ഇത് സഹിച്ചേ പറ്റൂ. നീ തോറ്റുപോയെന്നറിഞ്ഞാൽ അവന് സന്തോഷാവും. അതുണ്ടാവരുത്. വേണമെങ്കിൽ ജ്യോതി കുറച്ചു ദിവസം പ്രിയക്കൊപ്പം ഇവിടെ നിൽക്ക്. വേണ്ട ചേച്ചി, ചേച്ചി പോയിക്കോ. ഇതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. സർ, അവിനാശ് സാറ് സാറകത്തുണ്ട്. ഒരു മഹാഭാവിയുടെ ജന്മമാണ് നിനക്കെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവൻ നീ ഇങ്ങനെ ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതിയില്ല. DK, നിങ്ങൾ എന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. നിങ്ങളെക്കാൾ നിസ്സാരനായി എന്നെ കരുതി. അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ആളുകളെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. നീ ഒരു ചതിയനാണെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. താര പറഞ്ഞത് ശരിയാ. സൂര്യ ഈ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടതല്ലേ. അത് കഴിഞ്ഞ് DKയെ കൊല്ലാൻ ആളെ വിട്ടു. ഇപ്പൊ ഈ പയ്യനെ കൊന്നു. ഇനി അങ്ങോട്ട് അവിനാശമായിട്ട് അധികം ബന്ധം തുടരാതിരിക്കുന്നതാ നല്ലത്. നിന്റെ അളിയനല്ലേ, ബന്ധം തുടരണോ വേണ്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതി. എടാ, അളിയനൊക്കെയാ കാര്യം ശരി തന്നെ. പക്ഷേ ഈ ചെയ്തത് ചെറ്റത്രായി പോയി. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമോ? എല്ലാവരും വലിയ സങ്കടത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്റെ ഏട്ടൻ അകത്ത് കിടക്കുന്നതായിരിക്കും എല്ലാവരുടെയും സങ്കടം. അല്ല, അളിയന് ജാമ്യം എടുത്തു കൊടുക്കാൻ പോകുന്നില്ലേ? ജാമ്യം എടുക്കണോ ലോക്കപ്പിനകത്ത് കൂടെ പോയി കിടക്കണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഓ, ഞാൻ ആരെ ഉപദേശിക്കാൻ വരുന്നില്ലേ. പക്ഷെ അയാളെ സഹായിക്കാൻ എന്തെങ്കിലും കാര്യം ബാലു ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ.
നിങ്ങൾ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. നിന്റെ ആങ്ങളെ കുറ്റം ചെയ്തതിന് എന്തിനാ നീ ബാലുവിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത്? ബാലു എന്ത് തെറ്റ് ചെയ്തു? അതെ, ഞാൻ സംസാരിച്ചത് എന്റെ ഭർത്താവിനോടാ. ആവശ്യമില്ലാതെ അതിനിടെ കയറി വർത്താനം പറയാൻ വരല്ലേ. ഓ, അത് ശരി. അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെ ഭർത്താവ് എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒരു കാര്യം എല്ലാരും ഓർത്തു, ഒരു നിരപരാധിയുടെ മരണത്തിൽ ആഹ്ലാദിക്കരുത്. ദൈവം പോലും മാപ്പ് തരില്ല. എന്നെ പോലെ എടുത്തു ചാടി അവിവേകം കാണിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പാഠം തന്നെ. ഞാൻ മരിച്ചെന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു അച്ഛ. തെറ്റ് ചെയ്തവളാ ഞാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ രാജീവേട്ടൻ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ മോളെ. ആ അച്ഛനോടും അമ്മയോടും കൈകൂപ്പി മാപ്പ് പറയാനേ നമുക്ക് പറ്റൂ. അച്ഛ, എനിക്ക് രാജീവേട്ടന്റെ അച്ഛനും അമ്മയും ഒന്ന് കാണണം. ആ കാല് പിടിച്ചൊന്ന് മാപ്പ് പറയണം. ഇനി മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ? മരിച്ചുപോയവര് തിരിച്ചു വരില്ലല്ലോ. കല്യാണം കഴിച്ച് ഭാര്യയും കൊണ്ട് ചെല്ലേണ്ട വീട്ടിലേക്ക് മകന്റെ ശവശരീരം കൊണ്ടുവയ്ക്കുന്ന കാഴ്ച ഓർക്കാൻ പോലും പറ്റുന്നില്ല. ആ അച്ഛന്റെ അമ്മയുടെ നിലവിളിയാ ഇപ്പോഴും എന്റെ ഉള്ളില്. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? വേണ്ട, ഇവളിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാനൊന്ന് പോയിട്ട് വരാം മോളെ. നിങ്ങൾ എന്താ പറഞ്ഞു? നീ തന്നെ ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം. നീ ഇവിടെ എഴുന്നള്ളുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നീ ഇവിടെ എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങിയത് അമരാവതിയുടെ നാശം. അതിന് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അവനെ അടിച്ചേ? അമ്മയുടെ നേരെ കൈ ചൂണ്ടി തന്നെയല്ലേ നിങ്ങൾ അടിച്ചത്? നീ പറഞ്ഞ അതുപോലെ അനുസരിക്കാൻ ഞാനാരാ നിന്റെ അടിമയോ? നീ എന്താണ് കരുതിയത്? ഇവിടെയുള്ളവരെല്ലാം തമ്മിൽ തല്ലിച്ച് കൊല്ലിക്കാമെന്നോ? ഹിറ്റ്ലറെ നിങ്ങൾ എന്താ പറയുന്നത്? മിണ്ടിപ്പോരുത് നീ. എന്റെ മരുമക്കളും അവരുടെ ഭാര്യമാരും നീ ഇവിടെ വരുന്നതിന് മുമ്പ് എന്ത് സന്തോഷത്തോടുകൂടി ഇവിടെ കഴിഞ്ഞിരുന്നത്. ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ കൊണ്ടുവന്ന എന്റെ കുടുംബം ഇപ്പൊ തകർന്ന് തരിപ്പണമായി. ബാലുവിനെ ഈ കൈകൊണ്ട് ഞാൻ തല്ലി. നിങ്ങളുടെ മരുമക്കളെ അവരുടെ ഭാര്യമാരെ നേർവഴിക്ക് നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലേ അത് നിങ്ങളുടെ കഴിവുകേടാ. മക്കളസും മരുമക്കളസും കൂടി ജ്യോതിമോൾക്കെതിരെ പാറു തുടങ്ങിയിരിക്കുക. അവൾ ഇവിടെ വന്നിട്ട് 1 ഇയറായി. എന്റെ സണ്ണിന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. വൈഫ് ഹസ്ബൻഡുമായിട്ട് അവരിതുവരെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ശരിയാ. പക്ഷെ എന്ന് കരുതി അവൾ അവന്റെ വൈഫല്ലേ. മക്കളും മരുമക്കളും എല്ലാരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ ഈ വീട്ടിലെ ഗതി എന്താകും കണ്ണ? എങ്ങനെയെങ്കിലും അവരുടെ വഴക്കൊന്നും സ്റ്റോപ്പ് ചെയ്ത് തരണം. മൈ സ്വീറ്റ് കണ്ണ, ഞാനിതൊക്കെ നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോട് ഇതൊക്കെ പറയാ? പ്ലീസ് കണ്ണ, ഹെൽപ്പ് മീ. അൺബിലീവബിൾ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് അവളുടെ പുതിയ അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ മായച്ചി തോന്നുന്നേ.
അവള് വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾ ജ്യോതിയെ സംശയിക്കണ്ട. ജ്യോതി കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത് എന്നാ DK പറഞ്ഞത്. അത് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബാലു അടികൊണ്ടത് വെറുതെ ആയില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അതോടെ പഴയ സന്തോഷം എല്ലാം തിരിച്ചു വരും. ഏയ് അങ്ങനെ അങ്ങ് തീർത്ത് വിശ്വസിക്കാൻ വരട്ടെ. ഇതിനു മുമ്പും പലതവണ ഇതുപോലെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അവള് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തണം. അതിന് അവളോട് തന്നെ പോയി ചോദിക്കണം. അതിന് ആര് പോയി ചോദിക്കും? മായേച്ചി തന്നെ പോയി ചോദിക്കണം. ഇത് സത്യമായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാനില്ല. ജ്യോതി ഇല്ലാത്ത അമരാവതി, മിസ്സസ് ഹിറ്റ്ലർ കൂടെ ഇല്ലാത്ത ഹിറ്റ്ലർ. അമരാവതിയുടെ മരുമകൾ പോയതോടെ ദുഃഖത്തിലായ അമ്മ. ഭാവിയിൽ അമരാവതിയിലെ ജീവിതം ഇങ്ങനെയൊക്കെ ആവും അല്ലേടി താരെ? പിന്നല്ലാതെ. പക്ഷേ അതിനേക്കാളും വലുതൊന്നുണ്ടല്ലോ. പഴയ പ്രതാപത്തോടെ മായച്ചയുടെ കയ്യില് പഴയ അധികാരം തിരിച്ചു വരുന്ന കാര്യം. എന്തായാലും ആദ്യം നമുക്ക് അവളോട് സംസാരിക്കാം. അതിനുശേഷം ബാക്കി തീരുമാനിക്കാം. ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ കിടന്നിങ്ങനെ ജീവിതം ഹോമിച്ച് തീർക്കുന്നതിന് നല്ലത് ഡിവോഴ്സ് വാങ്ങി വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നതല്ലേ എന്ന് അവൾക്ക് തോന്നിയാ നമുക്കെങ്ങനെ തടയാൻ പറ്റും? അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലേ ശരി. അവള് വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് ഈ വീടിന്റെ സന്തോഷവും സമാധാനവും. ഒരാൾക്ക് ഒരിടത്തുനിന്ന് പോകണമെന്ന് തോന്നിയാൽ അവിടെ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും അയാൾക്കും ആ സ്ഥലത്തിന് നല്ലത്. അപ്പോ ജ്യോതി ഇവിടുന്ന് പോകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവളാ. സുപ്രിയക്കല്ലാതെ മറ്റൊരു പെണ്ണിനും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അമ്മയുടെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ വേണ്ടിയാ ഇത്രയും കാലം ഞാൻ അവളെ ഇവിടെ താമസിപ്പിച്ചത്. അവൾക്കിഷ്ടമുള്ള കാലം അത്രയും അവൾക്ക് അമരാവതിയിൽ ജീവിക്കാമെന്ന് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. ഇനി അവളെ ആരും നിർബന്ധിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. അമ്മ ടെൻഷൻ അടിക്കണ്ട. കുറച്ചു കാലത്തേക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ ഒരു അതിഥി വന്നു. സൽക്കാരങ്ങൾ കഴിഞ്ഞ് അതിഥി മടങ്ങുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. മൈലിറ്റിൽ കണ്ട എത്ര ഹാപ്പി ആയിട്ടിരുന്നതാ. എല്ലാം നീ ഡേഞ്ചർ ആക്കിയ